കോഴിക്കോട് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന സഹോദരനെ കാണാനില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, മരണകാരണം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ടോ? അതുപോലെ തന്നെ സഹോദരനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൂത്ത സഹോദരി ശ്രീജയ മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മറ്റൊരു ബന്ധുവിനെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബന്ധുക്കൾ വന്ന സമയത്ത് ശ്രീജയെയും അതോടൊപ്പം തന്നെ പുഷ്പലളിതയെയും രണ്ട് മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരുടെയും ശരീരത്തിൽ, മൃതദേഹത്തിൽ വെള്ള പുതച്ച രീതിയിലായിരുന്നു മൃതശരീരം ഉണ്ടായിരുന്നത്. അതായത് കഴുത്ത് വരെ വെള്ള പുതച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾക്ക്, അതായത് മൂത്ത സഹോദരി ശ്രീജയ്ക്ക് തീരെ നടക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ആരോഗ്യസ്ഥിതി അത്രയും മോശമായ ഒരു ആളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പുഷ്പലളിത എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ രണ്ടുപേരുടെയും മരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരെല്ലാം തന്നെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി നിലവിൽ ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകൂ എന്നുള്ളതാണ് DCP അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും 5 മണിക്കാണ് ഇത്തരത്തിൽ ബന്ധുവിനെ വിളിച്ച് പ്രമോദ് മരണവാർത്ത അറിയിക്കുന്നത്. പക്ഷേ ഇതിനുശേഷം ഈ മരണവാർത്ത അറിയിച്ച ബന്ധുക്കൾ എത്തിയതിനു ശേഷം പ്രമോദിനെ കാണാനോ അല്ലെങ്കിൽ പ്രമോദുമായി ബന്ധപ്പെടാനോ ഒന്നും തന്നെ ബന്ധുക്കൾക്കും സമീപവാസികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് സമീപവാസികളും അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നുണ്ട്. അവസാനമായിട്ട് പ്രമോദിന്റെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് ഫാറൂഖിലെ ഒരു പാലത്തിന് മുകളിൽ ഉള്ള രീതിയിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഒരു പക്ഷേ മൊബൈൽ ഫോൺ പുഴയിലേക്ക് എറിഞ്ഞതാവാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നും ട്രെയിൻ വഴി കടന്നു പോയിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ടും പ്രമോദിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രമോദിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അഭിന, ആരൊക്കെയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്? അതുപോലെ തന്നെ ഈ കുടുംബം, അയൽവാസികൾ, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഒരു സംഭവത്തിൽ? ആതിര, ഈ 3 പേര്, ശ്രീജയ, പുഷ്പലളിത, പ്രമോദ്, ഈ 3 പേരുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ പ്രമോദ് ഈ സമീപവാസികളുമായിട്ട്, അല്ലെങ്കിൽ പ്രമോദ് എന്നല്ല, മറ്റ് 2 സഹോദരിമാരാണെങ്കിൽ പോലും മറ്റ് സമീപവാസികളുമായി ഒരു വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളല്ല എന്നുള്ളതാണ് സമീപവാസികൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റ് പാർട്ടിക്കാരുടെ പരിപാടിയുള്ള സമയത്ത് വന്ന് നോക്കാറുണ്ട്. പക്ഷെ ആരോടും സംസാരിക്കാറുള്ള പ്രകൃതമല്ല ഈ കുടുംബത്തിൻ്റെത് എന്നുള്ളതാണ് സമീപവാസികളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഈ കുടുംബത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തന്നെ സമീപവാസികൾക്ക് അറിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ മരണവാർത്ത പുലർച്ചെ 5 മണിക്കാണ് ഇക്കാര്യം അറിയുന്നത്. ഇതറിഞ്ഞ സമയത്ത് മറ്റു ഭാഗങ്ങളിലുള്ള, ചേവായൂർ ഭാഗത്തുള്ള ഈ പ്രമോദിന്റെ മറ്റു ബന്ധുക്കൾ ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം നേരെ ഈ വീടിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ട്, ഈ വീട്ടിലേക്ക് എത്തിയാണ് ഈ വിവരങ്ങളെല്ലാം ചോദിക്കുന്നത്. പക്ഷേ ഈ വീട്ടുകാരും ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീജയ്ക്ക് ഒറ്റയ്ക്ക് എണീറ്റുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. കാരണം ആരോഗ്യസ്ഥിതി അത്രയും മോശമായിട്ടുള്ള ഒരു വീട്ടമ്മയാണ് ശ്രീജയ. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്നത് പുഷ്പലളിതയാണ്. ഈ പുഷ്പലളിതയാണ് ഈ പുറമം കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്താറുള്ളത്. പക്ഷേ ശ്രീജയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ പുഷ്പലളിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഈ സമീപവാസികൾക്കായിക്കോട്ടെ ബന്ധുക്കൾക്കായിക്കോട്ടെ ആർക്കും ഒരു വ്യക്തതയില്ല. പക്ഷെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ 3 പേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം വെളിപ്പെടുത്തുന്നത്, 6 മണിക്ക് അപരിചിതനായ ഒരു വ്യക്തിയെ ഈ വീടിനോട് ചേർന്ന്, ഇതൊരു വാടക വീടാണ്, കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രീജയും പുഷ്പലളിതയും പ്രമോദും കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവിടെ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ
ഈ കഴിഞ്ഞ ദിവസം ഈ മരണം സംഭവിച്ച് 5 മണിക്കാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് 6 മണിയോടുകൂടി മറ്റൊരു അപരിചിതനെ ഈ വീടിനോട് ചേർന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപരിചിതൻ പ്രമോദ്, അതായത് സഹോദരൻ പ്രമോദ് വിളിച്ചിട്ടാണ് താൻ ഇവിടേക്ക് വന്നത് എന്നുള്ളൊരു വിവരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ അപരിചിതനെയും കാണാനില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. മറ്റൊരു ദുരൂഹത സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ മറ്റുള്ള, അതായത് സമീപവാസികൾ ആരും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും DCP പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ നിഗമനത്തിലേക്കും അതുപോലെ തന്നെ കൂടുതൽ വ്യക്തതയിലേക്കും, മരണം സംബന്ധിച്ച വ്യക്തതയിലേക്കും, അതോടൊപ്പം തന്നെ പ്രമോദിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ആതിര. ശരി അഭിന, കോഴിക്കോട് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന സഹോദരനെ കാണാനില്ല. തിരച്ചിൽ പുരോഗമിക്കുകയാണ്.